ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ഉദ്ദാമ പാംസു തിമിരാഹൃത ദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോദം. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതേ. ഉദ്ദാമ എന്ന് പറഞ്ഞാൽ വളരെ കനമേറിയതായിട്ടുള്ള, തിങ്ങി നിറഞ്ഞതായിട്ടുള്ള, പാംസു പൊടിപടലങ്ങൾ, തിമിര ആഹത ദൃഷ്ടിപാതേ. തിമിരം എന്ന് പറഞ്ഞാൽ ഇരുട്ടുകൊണ്ട്, അതായത് ആ പൊടി വളരെ ഉയർന്നു പൊങ്ങി അവിടമാകെ അങ്ങനെ പരന്നിരുന്നത് കൊണ്ട് തന്നെ കണ്ണുകളിൽ ഇരുട്ട് മൂടിയതുപോലെ, ചുറ്റിനുമൊന്നും കാണുവാൻ കഴിയാത്തതുപോലെ, ദൃഷ്ടിപാതേ എന്ന് പറഞ്ഞാൽ ആ കാഴ്ചയുടെ പാതകളൊക്കെ ഇരുട്ടുകൊണ്ട് മൂടിമറഞ്ഞിരുന്നതുപോലെ, ദ്രഷ്ടും കിമപ്യകുശലേ. ദ്രഷ്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ അകുശലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ദ്രഷ്ടും കാണുവാൻ, നമുക്ക് ഒന്നും തന്നെയും കാണുവാൻ, കിമപ്യകുശലേ, കിമപി അകുശലേ, അകുശലെന്ന് നമുക്ക് ഒട്ടും അതിന് പറ്റാത്തവരായിട്ട്, അതായത് ഒന്നും തന്നെയും മുൻപിൽ കാണുവാൻ കഴിയാത്തവരായി തീർന്നു. കണ്ണുകളിൽ മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു എന്ന് പറയുമ്പോൾ ആ പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞുവെങ്കിൽ കണ്ണുകളിലും ആ പൊടിപടലങ്ങൾ കയറിയിട്ടുണ്ടാവണം. കാരണം കാറ്റ് അത്രമാത്രം ശക്തിയായിട്ട് ഹുങ്കാര ശബ്ദത്തോടു കൂടിയാണ് അടിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റിനുമുള്ളിടത്തെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് വളരെ ഉയരത്തിലാകെ പൊടിപടലങ്ങൾ നിറഞ്ഞു നിന്നു. തന്നെയുമല്ല അവിടെയുള്ളവർക്കൊന്നും ചുറ്റിനും ഒന്നും കാണുവാൻ കഴിയാത്തവരായി മാറി. പശുപാലലോകെ, ആ ഗോകുലവാസികളെല്ലാം, അതായത് ഗോകുലത്തിലുള്ളവരെല്ലാം, ആ ഒരു ലോകത്തിൽ, ആ ഒരു ഗ്രാമത്തിലുള്ള ഗോപന്മാർക്കും ഗോപിമാരുടെയും എല്ലാം അവസ്ഥ ഇതായിരുന്നു. ഹാ ബാലകസ്യ കിമിതി, ഹാ ബാലകസ്യ കിം, ബാലകസ്യ ആ ഉണ്ണിക്ക്, കൃഷ്ണനുണ്ണി എവിടെ, എന്തു പറ്റി, കിം എവിടെ കൃഷ്ണനുണ്ണി എന്നും പറഞ്ഞിട്ട് ഇതി എന്ന് വിചാരിച്ച് ത്വദുപാന്തമാപ്ത, ത്വദുപാന്തം ആപ്ത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്വദുപാന്തമാപ്ത. ത്വദുപാന്തം, ത്വത് അങ്ങയെ കിടത്തിയിരുന്ന ആ തൽപ്പത്തിനടുത്തേക്ക്, ആപ്ത എത്തിച്ചേർന്നു. ആര്? മാതാ, അമ്മയായ യശോദാദേവി എവിടെയായിരുന്നു ഉണ്ണിയെ, ഏതൊരു തൽപ്പത്തിലായിരുന്നു കിടത്തിയിരുന്നത്, അവിടേക്ക് അമ്മ ഓടിയെത്തി. ഉണ്ണി എന്നും പറഞ്ഞിട്ട്. എന്താ, തങ്ങൾക്ക് തന്നെ കണ്ണ് ശരിക്ക് കാണുന്നില്ല, അപ്പോൾ ഇനി ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ട് ഉണ്ണിയെ കിടത്തിയിരുന്നു. എവിടെ കിടത്തിയിട്ടായിരുന്നു അമ്മ പോയത്? തനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇനി ഉണ്ണിക്ക് എന്താവും എന്നുള്ള ഒരു ആശങ്ക ഉള്ളിൽ നിന്നതുകൊണ്ട് തപ്പിത്തടഞ്ഞാണെങ്കിലും ഓടി അവിടേക്ക് വന്നു. എവിടേക്ക്? ഉണ്ണിയെ കിടത്തിയിരുന്നിടത്തേക്ക്. ഉണ്ണിക്ക് എന്ത് പറ്റി ഉണ്ണി എന്നും പറഞ്ഞിട്ട് ഓടി വരികയാണ്. ഭവന്തമവിലോക്യ, എന്നാൽ ഇവിടെ വരുമ്പോഴാകട്ടെ ഭവന്തം, ഭഗവാനെ അവിടുത്തെ, അവിലോക്യ കണ്ടില്ല, കാണാൻ കഴിഞ്ഞില്ല, ഭഗവാനെ അവിടെ കണ്ടില്ലല്ലോ. ഭൃശം രുരോധ, രുരോധ എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക. ഭൃശം രുരോധ, വല്ലാതെ അമ്മ ഉറക്കെ ശക്തിയായിട്ട് ഉറക്കെ കരഞ്ഞു. നീന്ന് വിളിച്ചിട്ട് ഉറക്കെ കരഞ്ഞു. ഉണ്ണിയെ കാണുന്നില്ല. അമ്മ അവിടെ കിടത്തിയിട്ടല്ലേ പോയത്, ഉണ്ണിക്ക് ഭാരം കൂടിയപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാറ്റും വന്ന് തനിക്കൊന്നും കാണാനും കഴിയാണ്ടയായി. നീ എവിടെയാ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഓടി വന്നതാണിതാ. ഉണ്ണിയെ കിടത്തിയിരുന്നിടത്ത് ഉണ്ണിയില്ല.
അമ്മ ഉറക്കെ കരഞ്ഞു. അവിടെ നിന്ന് കൃഷ്ണ ഉണ്ണീന്ന് വിളിച്ചിട്ട് ഉറക്കെ കരഞ്ഞു. തൻ്റെ ഉള്ളിൽ കണ്ണിൽ പോയ പൊടിയേക്കാൾ ഉള്ളു വലിച്ചു കീറുന്ന രാക്ഷസം ഭാവമായിരുന്നു ആ പൊടികൾക്കപ്പോൾ ഉള്ളിൽ അമ്മയ്ക്ക് അനുഭവപ്പെട്ടത്. തൻ്റെ ഉണ്ണിയെ കാണാത്തതിൻ്റെ സങ്കടം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വരി മുഴുവൻ ചേർത്ത് വായിക്കേണ്ടതാണ്. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതേ. അവിടെ ആഹത രായുടെ ആകാരം ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്, പക്ഷെ അത് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് കിമപ്പി അകുശലേ. കിം അപി അകുശലയാണ്. പ്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിച്ചു വായിക്കുക. അതുപോലെ ത്വദുപാന്തമാപ്ത, ത്വത് ഉപാന്തം ആപ്ത, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഭവന്തം അവിലോക്യ, 4ാമത്തെ പാദത്തിൽ ഭവന്തം അവിലോക്യ, മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. താവത്സ ദാനവവരോപി ച ദീനമൂർത്തിർ താവത്സദാനവവരോപി ച ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. താവത്സദാനവവരോപി, താവത് സഹ, 2 വാക്കുകൾ ചേരുന്നതാണ് താവത്സ. താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ, സഹ ആ അസുരനും, അവൻ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അസുരനെ കുറിച്ചാണ് പറയുന്നത്. കാരണം തൊട്ടടുത്ത വാക്കിൽ പറയുന്നു ദാനവവരോപി, ദാനവവരഹ അപി, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെ. അപ്പോൾ സഹദാനവവരഹ, അവൻ ആ അസുരൻ, അസുരന്മാരിൽ ശ്രേഷ്ഠൻ എന്നാണ് പറഞ്ഞത്. അതായത് തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ നിസ്സാരക്കാരനല്ല. ഈ ഭഗവാന്റെ അടുത്തേക്ക് വന്നവരൊക്കെയും അവരവരുടെ മേഖലയിൽ കഴിവുകൾ തെളിയിച്ചവരാണ്. അത് പൂതനയായാലും ശകടാസുരനാണെങ്കിലും. പക്ഷേ ഭഗവാന്റെ മുൻപിൽ അവരുടെയൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് മാത്രം. ഇതുവരെ പിഴയ്ക്കാത്ത അവരുടെ കണക്കുകൂട്ടലുകൾ ഭഗവാന്റെ കണക്കുകൂട്ടലുകൾക്ക് മേലെയല്ലാത്തത് കൊണ്ട് അവയൊക്കെ തെറ്റിപ്പോകുന്നു എന്ന് മാത്രം. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞ ദാനവവരഹ, അസുരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അവനും, അപിച്ച എന്നാണ് അവനും, ദീനമൂർത്തിർഭാവത്കഭാര പരിധാരണലൂനവേഗ, ഭാവത്കഭാര പരിധാരണലൂനവേഗ. ഭാവത്കഭാരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങയുടെ ഭാരം. അപ്പോൾ ഭഗവാൻ എന്തിനായിരുന്നു യശോദാമ്മയുടെ മടിയിൽ കിടന്നപ്പോൾ ഭാരത്തെ അങ്ങോട്ട് കൂട്ടിയത്? കാരണം തന്നെ എടുക്കാൻ വരുന്നവരെ ഒന്ന് ക്ഷീണിപ്പിക്കണമെന്ന് ഭഗവാൻ മുന്നേ കൂട്ടി നിശ്ചയിച്ചിരുന്നു. ഇവിടെ ഈ ഒരു കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ ഭഗവാനെയും ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ കുറേ മുകളിലേക്ക് ഭഗവാനെ എടുത്തുകൊണ്ടുപോയി, വാരി എടുത്തുകൊണ്ട് തന്നെ പോയി. പൂതനയും വന്ന് വാരിയെടുത്തു, തൃണാവർത്തനും വന്ന് വാരിയെടുത്തു ഭഗവാനെ. അങ്ങനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ തൃണാവർത്തനും ഭാവത്കഭാര, ആ ഭഗവാന്റെ വലിയ ഭാരത്തെ പരിധാരണ, അങ്ങോട്ട് ഭാരം താങ്ങുവാനായിട്ട് കെൽപ്പ് പോരാ, ശക്തി പോരാ എന്ന് തോന്നിയിട്ട്, അത് താങ്ങുവാൻ കഴിവില്ലാത്തവനായി തീർന്നിട്ട് 14 ലോകങ്ങളും ധരിക്കുന്ന ഭഗവാനെ താങ്ങുവാൻ എത്ര വലിയ അസുര ശ്രേഷ്ഠനായാലും സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ
ഭഗവാന്റെ ആ ഭാരത്തെ താങ്ങുവാൻ കഴിയാതെ ലൂനവേഗ, വേഗത കുറഞ്ഞു. എത്ര വേഗത്തിലാണോ ഭഗവാനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്, ആ ഉയർന്ന് മുകളിലേട്ടു പോകുന്തോറും അസുരൻ്റെ വേഗത കുറഞ്ഞു 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 വന്നു. എന്നിട്ടോ സങ്കോചമാപ, അതങ്ങ് ചുരുണ്ടുപോയി. ആ കാറ്റിൻ്റെ രൂപത്തിൽ ഭഗവാനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയ അസുരൻ ഒടുവിൽ വേഗതയൊക്കെ നശിച്ച് വേഗത കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒടുവിൽ അതങ്ങ് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നിശ്ചേഷ്ടനായിപ്പോയി. തദനു ക്ഷതപാംസു ഘോഷേ, തദനു എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന്, ക്ഷതപാംസു ഘോഷേ, ആ പാംസു പൊടിയും മറ്റുള്ള കോലാഹലവുമൊക്കെ ക്ഷത നശിച്ചു, അതങ്ങ് അടങ്ങി. എന്താ അതിനെ ഉയർത്തിക്കൊണ്ടുപോയതും ഈ ശബ്ദ കോലാഹലങ്ങൾ നൽകിയിരുന്നതും തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരനായിരുന്നു. അസുരൻ്റെ തന്നെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഒടുവിൽ ഉയർത്തിക്കൊണ്ടുപോയ പൊടിപടലങ്ങളും കാറ്റും ആ ഹുങ്കാര ശബ്ദവുമൊക്കെ ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ നിശ്ചലമായി ഇല്ലാതെയായി. ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ, അവസാനം ഘോഷേ എന്ന് പറഞ്ഞാൽ ആ ശബ്ദകോലാഹലമെല്ലാം അടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ അമ്പാടിയിൽ വ്യതായത, വളരെ ഉയർന്നു കേട്ടു. എന്ത്? ഭവജ്ജനനീ നിനാദ, ഭഗവാനെ അങ്ങയുടെ ജനനിയുടെ, അമ്മയുടെ, മാതാവായ യശോദാമ്മയുടെ നിനാദ, കരച്ചിൽ വളരെ ഉയർന്നു കേട്ടു. അതുവരെ ഉയർന്നു പൊങ്ങിപ്പറന്നിരുന്ന പൊടികളെല്ലാം, പൊടിപടലങ്ങളെല്ലാം അടങ്ങുന്നു. ഉയർന്നു നിന്നിരുന്ന ആ ഹുങ്കാര ശബ്ദമൊക്കെ അടങ്ങുന്നു. ഇപ്പോൾ അവിടെ ഉയർന്നു നിൽക്കുന്നത് യശോദാമ്മയുടെ കരച്ചിലാണ്. ഉണ്ണിയെ കാണാഞ്ഞിട്ട് ഹൃദയം തകർന്നുള്ള ഉച്ചത്തിലുള്ള കരച്ചിലാണ് ഇപ്പോൾ ആ ഗോകുലമാകെ തങ്ങി നിൽക്കുന്നത് അന്തരീക്ഷത്തിൽ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത്സ ദാനവവരോപി ച ദീനമൂർത്തിർ ഭാവത്കഭാര പരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദാനവവരോപി, അവിടെ വിശ്ലേഷണമുണ്ട്, ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ഒന്നാമത്തെ പാദത്തിൻ്റെ അവസാനം മുതൽക്ക് രണ്ടാമത്തെ പാദം മുഴുവനായിട്ടും ചേർത്ത് സമസ്ത പദമായതുകൊണ്ട് തന്നെ ചേർത്ത് വായിക്കുക, പദം പിരിക്കാതെ ഇരിക്കുക. ദീനമൂർത്തിർ ഭാവത്കഭാര പരിധാരണലൂനവേഗ, അവിടം വരേക്കും ചേർത്ത് വായിക്കുവാൻ ശ്രമിക്കുക. വായിച്ചു നിർത്തുമ്പോൾ വിസർഗമുള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സങ്കോചമാപ, സങ്കോചം ആപ ആണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഭവജ്ജനനി നിനാദ, അവിടെ ഭവജ്ജനനി ജ കൂട്ടക്ഷരമാണ്. അതുപോലെ നിനാദ, അവിടെ നിനാദ എന്ന് വരാൻ സാധ്യതയുണ്ട്. വായിക്കുമ്പോൾ നാദമാണ്, ശബ്ദം, അമ്മയുടെ ആ ഒരു കരച്ചിലിൻ്റെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടു എന്നാണ്. അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താനും ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.